കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂളുകാരി ഞാനാണ്. എല്ലാ വണ്ടികളുടെയും ലൈസൻസ് മൊത്തം എത്ര വണ്ടികളുടെ ലൈസൻസ് കയ്യിലുണ്ട്? 11 വണ്ടികളുടെ ആസാഡസിന് 12 ലൈസൻസ് ഉണ്ട്. നേരത്തെയൊക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോയിരുന്നു. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് അതിന് അടുക്കും ചിട്ടയൊക്കെ വരുത്തി ആളെ കുറച്ച്, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹെവി ഡ്രൈവിംഗ് സ്കൂള് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. A to Z വണ്ടികൾ ഓടിക്കുന്ന 11ഓളം ലൈസൻസ് കൈവശമുള്ള 73-കാരി രാധമണി അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. A to Z ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എല്ലാമായ മണിയമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. മണിയമ്മ നമസ്കാരം. നമസ്കാരം. ഞാൻ മണിയമ്മ എന്ന് വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. മണിയമ്മ എത്ര വയസ്സിലാണ് ആദ്യത്തെ ലൈസൻസ് എടുക്കുന്നത്? 31 വയസ്സിലാണ് എടുക്കുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ A to Z ലേക്കുള്ള യാത്ര? 31 വയസ്സിൽ അന്ന് എങ്ങനെ വിചാരിച്ചിട്ടൊന്നും എടുത്തിട്ടുള്ളതല്ല. അന്ന് നമുക്ക് അംബാസഡർ വണ്ടിയുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു ലൈസൻസ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഹെവി പഠിച്ചാൽ 4 വീലർ എടുത്ത് 3 വർഷം കഴിഞ്ഞാലേ ഹെവി ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള തോട്ട് പുള്ളിക്ക് ഉണ്ടായിട്ടായിരിക്കും എന്നെക്കൊണ്ട് അങ്ങനെ എടുപ്പിച്ചതെന്ന് വിചാരിക്കണം. എനിക്കതിനെപ്പറ്റി അത്ര ഒന്നും വലിയ അറിവുള്ള കൂട്ടത്തിലല്ലായിരുന്നു. അപ്പോൾ 81-ലാണ് 4 വീലർ ലൈസൻസ് എടുക്കുന്നത്. ആദ്യം 4 വീലറാണ് എടുക്കുന്നത്. അന്നേരം ഒന്നും നമുക്ക് ഹെവി ലൈസൻസ് നമ്മുടെ കേരളത്തിൽ കിട്ടില്ല. അത് മംഗലാപുരത്ത് പോയിട്ടാണ് എല്ലാവരും ഹെവി ലൈസൻസ് എടുക്കുന്നത്. നമ്മൾ പേപ്പറെല്ലാം അവർക്ക് അയച്ചു കൊടുക്കും. അവർ റെഡി ആകുമ്പോൾ നമ്മളെ വിളിക്കും. അങ്ങനെ പോയിട്ട് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എന്തുകൊണ്ട് കേരളത്തിന് തന്നൂടാ എന്നുള്ളൊരു ഇത് തോട്ടുണ്ടായി. അങ്ങനെ അതിന് ഈ കേരള ലെവലിലൊക്കെ അന്വേഷിച്ചിട്ട് അത് കിട്ടാതെ ഈ കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹെവി ഡ്രൈവിംഗ് സ്കൂള് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. അതെൻ്റെ പേരിലായതുകൊണ്ടാണ് ഞാനൊരു താരമായത്. കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂളുകാരി ഞാനാണ്. എങ്ങനെയാണ് A to Z എന്നുള്ള പേര് വന്നത്? A to Z എന്ന് പറഞ്ഞാൽ അത് പ്രദീപ് എന്നൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ പ്രദീപ് വേറെയും ഉള്ളത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധമായി, അതായത് 2 വീലർ മുതൽ വലിയ വണ്ടി വരെ എന്ന് ഉദ്ദേശിച്ചാണ് A to Z. അങ്ങനെ എല്ലാ വണ്ടികളുടെ ലൈസൻസും കയ്യിലുണ്ട്. ഇപ്പൊ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് കയ്യിലുണ്ട്. എത്ര വണ്ടികളുടെ ലൈസൻസ് കയ്യിലുണ്ട്? 11 വണ്ടികളുടെ ആസാഡസിന് 12 ലൈസൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പാടുപെട്ടെടുത്തത് ഏതാണ്? ലൈസൻസ് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് ഏത് ലൈസൻസ്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിലൊക്കെ കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. 2014-ലാണ് ആ ലൈസൻസ് എടുത്തിട്ടുള്ളത്. അന്നേരം ഇത്ര പ്രായമില്ല, എന്നാലും കയറി പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടെസ്റ്റിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും വണ്ടിയിൽ കയറിയാൽ ഓടിക്കാൻ കുഴപ്പമില്ല. സുഖമൊന്നുമല്ല. ട്രെയിലർ ഓടിക്കുന്നതാണ് ഇച്ചിരി ഏറ്റവും പാടുള്ള. നമ്മൾ ഏത് വണ്ടി ഓപ്പറേറ്റ് ചെയ്യണേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ട് ട്രെയിലർ ഓടിക്കാനാണ്. ഇത്രയും കാലങ്ങളായാലും വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അമ്മ പഠിച്ചത് അംബാസിഡറിലാണ് ഓടിക്കാൻ പഠിച്ചത്. ഇപ്പൊ സിസ്റ്റം ഫുള്ള് മാറി, കാറുകളുടെ രീതികൾ മാറി, ഗിയർ സിസ്റ്റം മാറി. അപ്പോൾ അതിന്റെ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് കുറച്ചും കൂടി കഷ്ടപ്പാടായിരുന്നു. സ്റ്റിയറിങ് തിരിക്കണമെങ്കിൽ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ട്. ബസ്സിൻ്റെയൊക്കെ സ്റ്റിയറിങ് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ ഈ ലോറി ഡ്രൈവർമാരെ പറഞ്ഞാൽ നെഞ്ച് കലങ്ങുമെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഈ സ്റ്റിയറിങ് തിരിച്ചിട്ട്. ഇപ്പം അതൊന്നുമല്ല, നല്ല എന്ത് വണ്ടിയും നല്ല പഴം പോലെ ഓടിച്ചുകൊണ്ട് കിടക്കാവുന്ന സിസ്റ്റമായി. പവർ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ വന്നതോടുകൂടി ഒരു വാഹനങ്ങൾക്കും അത്ര ബന്ധപ്പാടില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഏത് കാറുകൾ നോക്കുകയാണെങ്കിൽ ഏത് കാറായിരിക്കും ഓടിക്കാനായിട്ട് ഇഷ്ടം? അതിപ്പോ ഇവിടെ കിട്ടുന്ന കാറുകളെല്ലാം ഓടിക്കാൻ ഇഷ്ടം തന്നെയാണ്. എപ്പോഴും താർ ഓടിച്ച് നടക്കുന്നത് കാണാൻ. താറിപ്പോ ഒരു യാത്രയൊക്കെ പോകാൻ
താറിലധികം ആൾക്കാർ ഇരിക്കില്ലല്ലോ. അപ്പം ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള യാത്രക്ക് താറാണ് കൂടുതലും എടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ കാറുകളോടുള്ള ക്രേസ് കാരണമാണോ അല്ലെങ്കിൽ വണ്ടികളോടുള്ള ക്രേസ് കാരണമാണോ ഈ അടുത്ത് ഓട്ടോമൊബൈലിൽ ഡിപ്ലോമ? അത് അല്ല, കാറിനോടുള്ള ക്രേസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഓടിച്ചോടിച്ച് വന്നപ്പോൾ ഉണ്ടായ ക്രേസാണ്. അല്ലാതെ അതിനു മുമ്പ് അങ്ങനെ ഒരു ക്രേസ്, അങ്ങനെ ഒരു രംഗത്തോട്ട് ഞാൻ വന്നിട്ടുള്ളതല്ല. ഹസ്ബൻഡിൻ്റെ വേർപാടിന് ശേഷം പിന്നെ ഒരു വർഷത്തോളം ഞാൻ ഒരു സൈലൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്തിലെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ മോശമായി പോകും എന്നുള്ള ആ ഒരു ഇതിൽ വന്നപ്പോൾ പിന്നെ ഞാൻ ഓഫീസ് കാര്യങ്ങളിലാണെങ്കിലും ഇവരുടെ കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ ആയിട്ടാണ് ഒരു 2014 ആയപ്പോഴാണ് ഈ വലിയ വാഹനങ്ങളുടെയൊക്കെ ലൈസൻസ് എടുത്തത്. പിന്നെ അതിപ്പോൾ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിനും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് ആവശ്യമായി വന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ആണ്, അതായത് എല്ലാവരുടെയും പേരിലും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥാനത്തും ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇത്ര ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള ആ ഒരു ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കായിട്ടാണ് ഇത്രയും ലൈസൻസ് എല്ലാവരും ഈ വീട്ടിലുള്ള വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഇത്രയും ലൈസൻസ് ഉണ്ട്. അറിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ഏജ് ആയെന്നുള്ള ഒരു ഹൈലൈറ്റ്. ഇത്രയും വയസ്സായിട്ട് ഇത്ര ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രായമായവർ വരുന്നുണ്ടോ അമ്മേനെ കണ്ട്? തീർച്ചയായിട്ടും പ്രായമായവർ വന്നിട്ടിപ്പോൾ നമ്മൾ പെട്ടപ്പാകണ കൂട്ടത്തിലായിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ഒന്നും അത്ര അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ ഏജ് കൂടുന്തോറും മെമ്മറി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടല്ലോ. അവരും ഓർക്കണം, ഈ 74 വയസ്സുള്ള അമ്മക്ക് ഓടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചുകൂടാ, അങ്ങനെ വരുന്നുണ്ട്. പഠിച്ചെടുക്കുന്നുണ്ടോ? കഷ്ടപ്പെടും, അവര് കുറച്ച് കഷ്ടപ്പെടും, നല്ല പഠിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഈ ഇതൊക്കെ കണ്ടിട്ടാണ് പ്രായമുള്ളവരും ഇപ്പോൾ വരണത്. ഇപ്പോൾ ഒരു ലേഡി ഗൾഫിൽ നിന്ന് വന്നിട്ട്, അപ്പോൾ അവർക്ക് അവിടെയാണ് ലൈസൻസ് എടുക്കുക. അവർ വർഷങ്ങളായിട്ട് ഇപ്പോൾ 62 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ള ഇതിൽ വന്ന് ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. പിന്നെ എന്നേലും പ്രായമുള്ള ഒരു ലേഡി വന്ന് അവർ ഈ ഇത് കണ്ടിട്ടുള്ള ആ ഒരു ത്രില്ല് എടുക്കണ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഒരു 45 വയസ്സുള്ള ലേഡീസൊക്കെ വരണുണ്ട്. അവർക്കൊക്കെ എയറോഡ്രോമിൽ ജോലിയുള്ളവർ അങ്ങനെയൊക്കെയുള്ളവർ, അവിടെയൊക്കെ വണ്ടിയുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ള. ഇപ്പൊ സ്ത്രീകൾ കൂടുതലായിട്ട് ഈ രംഗത്തോട്ട് വന്നു തുടങ്ങി. പണ്ട് ഇങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വണ്ടികൾ കൈകാര്യം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടി ഓടിച്ചാൽ ശരിയാവും. അല്ല, അന്നൊക്കെയുള്ള വണ്ടികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ വണ്ടികളൊക്കെ ഈസിയാണ്, എല്ലാവരും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും. ഇപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കും വന്നതോടുകൂടി കുറച്ചും കൂടി ആൾക്കാർക്ക് സുഖമായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഏത് വണ്ടിയാണ് നല്ലത്? ഓട്ടോമാറ്റിക് പഠിക്കുന്നതാണോ നല്ലത് അതോ? അല്ല, ഇപ്പോൾ ഒരു ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഓട്ടോമാറ്റിക് ഇഷ്ടമല്ല. അവർക്ക് ഒന്ന് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ പോകാനാണ് ഇഷ്ടം. അതേസമയം പെണ്ണുങ്ങളൊന്നും ക്ലച്ച് താങ്ങി ഇരിക്കണ്ടല്ലോ. നമ്മുടെ റോഡിൽ അത്രയും സ്മൂത്തായിട്ട് പോകാൻ പറ്റണ ഒരു ഏരിയ ഇല്ല. അപ്പോൾ സ്ത്രീകൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അമ്മക്ക് ഏതാണ് ഇഷ്ടം, മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? എനിക്കും ഓട്ടോമാറ്റിക് തന്നെയാണ് ഇഷ്ടം. ഓട്ടോമാറ്റിക് ആണ് ഇഷ്ടം. വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ, ഡ്രൈവിലിട്ട് അങ്ങോട്ട് പോയാൽ മാത്രം മതിയല്ലോ. ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, കുറച്ച് മുന്നേ എനിക്ക് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നിങ്ങനെ പറയണ്ടായി. അത് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. എന്ന് വെച്ചാൽ അന്നൊന്നും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മൂത്ത മോൻ അവരൊക്കെ എന്നോട് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്നുള്ള ഒരു മട്ടായിരുന്നു. അതേസമയം എന്നെ ഇപ്പോൾ കൊച്ചുമോനായിട്ട് വന്നപ്പോഴാണ് അവൻ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് എല്ലാത്തിലോട്ടും മുമ്പിലോട്ടാക്കി. അപ്പോഴാണ് ഇപ്പോൾ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ മടിച്ചു നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ അവരോടൊക്കെ എന്താണ് എനിക്ക് പറയാം? അല്ല, ലൈസൻസ് എടുക്കാൻ മടിച്ചിരിക്കുന്ന മിക്കവരും പേടി കൊണ്ടാണ്. എത്രത്തോളം എനിക്ക് പറ്റും എന്നുള്ള അങ്ങനെ ചിന്തിക്കാനേ ഇല്ല.
വിചാരിച്ചാൽ സാധിക്കും. വിചാരിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി കഷ്ടപ്പെടുകയും കൂടി വേണം. സമയം കണ്ടെത്തി. മിക്കവരും ലേഡീസ് ആകുമ്പോൾ ഒരു ജോലി കഴിഞ്ഞ് പിന്നെ വേറൊരു ജോലി അങ്ങനെ വിചാരിക്കുക. അവർക്ക് ആ സമയം കണ്ടെത്താനുള്ള മടിയാണ് കൂടുതൽ പ്രശ്നം. അതില്ലെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി നമ്മളത് പോകും. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരും, ലൈസൻസ് എടുക്കും, ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കും. പക്ഷെ ഇതിന് പിന്നിലുള്ള പേപ്പർ വർക്ക് ആരും കാണാറില്ല. അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ? അത് നേരത്തെയൊക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോയിരുന്നു. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് അതിന് അടുക്കും ചിട്ടയൊക്കെ വരുത്തി ആളെ കുറച്ച്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച് വന്നിട്ട് ലൈസൻസ് എടുത്ത് പോകാൻ നടക്കില്ല. അപ്പം ആവശ്യമുള്ളവർ മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ ലൈസൻസിന് അപ്ലൈ ചെയ്യുക. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ലേണേഴ്സ് എടുത്ത് 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ആളെ കുറച്ചതോടുകൂടി ഒരു ദിവസം 40 പേർക്ക് എന്നുള്ള ആ ലിമിറ്റ് വന്നതോടുകൂടി അപ്പോൾ അതിൻ്റേതായ ഒരു കാലതാമസം. ഇന്നലെ ഉണ്ടായിരുന്ന ആക്സിഡന്റിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ ഈ പിള്ളേർ ഒത്തുകൂടുമ്പോൾ അവർക്ക് എൻജോയ്മെൻറ്റ് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ആ വണ്ടിയിൽ 11 പേര് കയറിയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വർത്താനം പറഞ്ഞാൽ പാട്ട് പാടിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഓടിക്കുന്നത്. അത് പോകണമെന്ന് ഇപ്പോൾ ഒരാളുറങ്ങി പോയെങ്കിൽ തന്നെ അടുത്തിരിക്കുന്ന ആളത് കാണേണ്ടതല്ലേ. ഉറങ്ങിപ്പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഞാൻ ഇന്നലെ TV കണ്ടിട്ടിരുന്ന് കരയണേയിരുന്നു. എനിക്ക് അത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പോലെ. അതായത് ഈ മെഡിസിനൊക്കെ അഡ്മിഷനും കിട്ടി പിള്ളേരെ ആ ലെവലിലോട്ട് എത്തിക്കണമെങ്കിൽ വീട്ടുകാരുടെ ഒരു പ്രയത്നം എന്തായിരിക്കും. ഈ കൊച്ചുങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കൂടുതലായിട്ട് ദിവസം ഇന്നും ഉണ്ട്. ശബരിമലയിൽ പോയ വണ്ടിയും അതാണ്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദിവസമുണ്ട്. അതൊക്കെ അശ്രദ്ധ കൊണ്ടാണ്. 6 മാസത്തെ പരിചയമുള്ളൂന്നും RTOയുടെ വക റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈസൻസ് എടുത്തിട്ട് 6 മാസമായിട്ടുള്ളൂ. 6 മാസമൊന്നുമല്ല. ലൈസൻസ് എടുത്ത് പിറ്റേ ദിവസം മുതൽ വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. അതുകൊണ്ടൊന്നും അല്ല. ഒരു ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ പോണവർ, എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ എന്നോട് പറഞ്ഞു എന്നതാണ്, ആ മുമ്പിൽ പോണവൻ ഭ്രാന്തനാണെന്ന് വിചാരിക്കുക. അവൻ ഏത് നേരവും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പം നമ്മളത് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കും. ഇപ്പോൾ എൻ്റെ മക്കളും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ടത് കൺട്രോൾ ചെയ്യാനറിയാം. അതവരുടെ എക്സ്പീരിയൻസ്. പക്ഷേ എനിക്കൊക്കെ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്തിരി സ്പീഡ് കൂടിയാൽ ഞാനപ്പം തന്നെ എല്ലാവർക്കും സ്റ്റോപ്പ് കൊടുക്കും. പോലെ അങ്ങനെ പറയും. പക്ഷെ അവർക്ക് സ്പീഡിലാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ അപ്പോൾ കൈ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഡിസ്റ്റൻസും കാര്യങ്ങളും കീപ്പ് ചെയ്ത് തന്നെ വണ്ടി ഓടിക്കും. കോൺഫിഡൻസ് ഉള്ളിടത്ത് നല്ലതായിട്ട് പോകാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായി കാണിച്ചു കൂട്ടണേന്ന് നമുക്കറിയില്ല. ഒരാളും സമയത്തിറങ്ങില്ല. എല്ലാം ഓട്ടത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു 10 മണിക്ക് പോകേണ്ട കാര്യമാണെങ്കിൽ ഒരു 9:30 ആകുമ്പോൾ തന്നെ നമ്മളത് പോകാനായിട്ട് റെഡി ആയാൽ സ്ലോ ആയിട്ട് പോകാം. പക്ഷെ അങ്ങനെ ആരുമല്ല. 10 മണിക്ക് പോകേണ്ടതാണെങ്കിൽ 10 ആയാലേ ഇറങ്ങുള്ളൂ. അപ്പോൾ അത് പിന്നെ ഓട്ടത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്.